അർ-റഹ്മാനിർ റഹീം. സൂറത്തുൽ ഫാത്തിഹയിലെ മൂന്നാമത്തെ സൂക്തമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ഈ രണ്ട് വാക്കുകളും എങ്ങനെയാണ് നാം ഉച്ചരിക്കേണ്ടത് എന്ന് അൽ ബസ്മല വിശദീകരിച്ചപ്പോൾ സൂചിപ്പിച്ചതാണ്. അർ-റഹ്മാനും അർ-റഹീമും ഇരു പദങ്ങളും റഹ്മയിൽ നിന്ന്, കാരുണ്യത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അങ്ങനെയാകുമ്പോൾ ഹാഇന്റെ ശബ്ദം ഹാ ആക്കി മാറ്റിയാൽ റഹ്മത്തിന്റെ, കാരുണ്യത്തിന്റെ അർത്ഥം കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ അർ-റഹ്മാൻ, അർ-റഹീം ഈ രണ്ടു പദങ്ങൾ നാം ഉച്ചരിക്കുമ്പോൾ ഹാഇന്റെ ശബ്ദം വ്യക്തമാക്കി ഓതണം എന്ന് വീണ്ടും ഉണർത്തുന്നു. അർ-റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് മുമ്പ് സൂചിപ്പിച്ചതുപോലെ അർ-റഹ്മാനിർ റഹീം എന്ന സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. അതിന്റെ അർത്ഥം അർ-റഹ്മാൻ പരമകാരുണികൻ, അർ-റഹീം കരുണാനിധി. നമ്മൾ ഈ പറഞ്ഞ ഈ സൂക്തം സൂറത്തുൽ ഫാത്തിഹയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്തിന്റെ ശേഷമാണ് വന്നിട്ടുള്ളത്. അത് അപ്രകാരം ആ ആയത്തിന്റെ ശേഷം വന്നതിൽ ഒരു രഹസ്യമുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. അതായത് ആദ്യത്തെ സൂക്തത്തിൽ തന്നെ ലോകങ്ങളുടെ നാഥനായ അള്ളാഹുവിനാണ് സർവസ്തുതി എന്ന് കേൾക്കുമ്പോൾ അള്ളാഹുവിന്റെ മഹാത്മ്യത്തിലും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വലിപ്പത്തിലും ഓർത്തു ഭയന്നു പോകുവാനിടയുണ്ട് സാധാരണയായ ആളുകൾ എന്നാണ്. അതുകൊണ്ട് തന്നെ ആ സന്ദർഭത്തിൽ അങ്ങനെ ഭയക്കുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ സമാശ്വസിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ മഹാസമുദ്രത്തിലേക്ക് ഒന്ന് ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടിയിട്ട് പിന്നീട് ഈ വചനം ഏറെ ഉപകാരപ്പെടുമെന്നുള്ളതാണ് അർ-റഹ്മാൻ റഹീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ രൂപത്തിലുള്ള ഒരു രഹസ്യം, ഒരു തത്വം അതിന്റെ പുറകിലുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാൻ കഴിയും. ഇത് പരിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രത്യേക ശൈലിയാണ് സഹോദരങ്ങളെ. ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന ചില സ്ഥലങ്ങളിൽ ഉടനെ തന്നെ രക്ഷയെപ്പറ്റിയും പ്രതിപാദിക്കപ്പെടും. ഈ സുന്ദരമായ അവതരണ ശൈലിയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട് സൂറത്തുൽ സുമറിലെ 23-ാമത്തെ ആയത്തിൽ. അള്ളാഹുവാണ് ഏറ്റവും ഉത്തമമായ വർത്തമാനം അവതരിപ്പിച്ചിരിക്കുന്നത്, അഥവാ വചനങ്ങൾക്ക് പരസ്പരം സാമ്യമുള്ളതും ആവർത്തിക്കപ്പെടുന്ന വചനങ്ങളുമുള്ളതായ ഒരു ഗ്രന്ഥം. എന്തിനു വേണ്ടിയിട്ടാ അങ്ങനെ അവതരിപ്പിച്ചത്? അത് അള്ളാഹു തന്നെ തുടർന്ന് പറയുന്നുണ്ട്. തങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുന്നവരുടെ ചർമ്മങ്ങൾ അതുനിമിത്തം രോമാഞ്ചമണിയുന്നു, പിന്നീട് അവരുടെ ചർമ്മങ്ങളും ഹൃദയങ്ങളും അള്ളാഹുവെ സ്മരിക്കുന്നതിനായി വിനീതമാവുകയും ചെയ്യുന്നു. അതത്ര അള്ളാഹുവിന്റെ മാർഗദർശനമെന്ന് സൂറത്ത് സുമറിലെ 23-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ സഹോദരങ്ങളെ, ഇവിടെ അർ-റഹ്മാനിർ റഹീം എന്ന ആയത്തിൽ അള്ളാഹുവിന്റെ രണ്ട് മഹനീയമായ നാമങ്ങളുണ്ട്. ഈ രണ്ട് നാമവിശേഷണങ്ങൾ അള്ളാഹുവിനെ വിശേഷിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നാമത്തിൽ ഒരാൾ ഒരു കാര്യം ആരംഭിക്കുമ്പോൾ തനിക്ക് അതുവരെ അവനിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞ മുഴുവൻ അനുഗ്രഹങ്ങളെക്കുറിച്ചുമുള്ള ഒരു സ്മരണയും, അതുപോലെ തന്നെ ഇനി തുടർന്ന് ജീവിതത്തിൽ അവന് ലഭിക്കുവാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അപേക്ഷയും അതിൽ അന്തർഭവിച്ചിരിക്കുന്നതായി പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാം. അതുകൊണ്ടാണ് ഈ രണ്ട് നാമങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള ബസ്മല ഏതൊരു നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അതിന് മുന്നോടിയായി നമ്മൾ ചൊല്ലുന്നത്. ഇത് നമ്മൾ മുമ്പ് ബസ്മലയുമായി ബന്ധപ്പെട്ട ആയത്ത് വിശദീകരിക്കുന്ന സമയത്ത് ചർച്ച ചെയ്തതാണ്. എന്നാൽ ഇവിടെ
അർ റഹ്മാൻ, അർ റഹീം എന്നീ അള്ളാഹുവിന്റെ രണ്ട് നാമങ്ങളും അള്ളാഹുവിന്റെ അതിമഹത്തരമായ കാരുണ്യത്തെ പ്രകാശിപ്പിക്കുന്ന നാമങ്ങളാണ്. ഈ നാമങ്ങളിൽ റഹ്മാൻ എന്ന നാമം അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ അതിവിശാലതയെ കൂടുതൽ ദ്യോതിപ്പിക്കുന്ന ഒരു നാമമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെയാണ് സഹോദരങ്ങളെ, റഹ്മാൻ എന്ന അള്ളാഹുവിന്റെ ഈ നാമം അള്ളാഹുവിനെ കുറിച്ചല്ലാതെ മറ്റാരെ കുറിച്ചും ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം ഉണർത്തിയ ഒരു വിഷയമാണ്. അള്ളാഹു എന്ന നാമത്തെ കഴിച്ചാൽ പിന്നെ അവന്റെ നാമവിശേഷണങ്ങളായി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള മറ്റു നാമങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ സ്ഥാനം ഖുർആനിൽ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അത് റഹ്മാൻ എന്ന നാമമാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് യമാമയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കള്ളപ്രവാചകനുണ്ടല്ലോ, കള്ളപ്രവാചകനായി രംഗത്തു വന്ന മുസൈലിമത്തുൽ കദ്ദാബ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ഈ മുസൈലിമത്തുൽ കദ്ദാബ് ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ആ വ്യക്തിയെ കുറിച്ച് മാത്രമാണ് ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പേര് ഉപയോഗിച്ചതായിട്ട് കാണാൻ കഴിയുക. അതെന്താ കാരണം? ആ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകൻ സ്വയമായി ഒരു പേര് തെരഞ്ഞെടുക്കുകയായിരുന്നു, റഹ്മാനുൽ യമാമ എന്ന്. യമാമയിലെ റഹ്മാനാണ് താൻ എന്ന് ആ കള്ളപ്രവാചകനായ മുസൈലിമ ഒരു പേര് ചേർക്കുകയാണ് തന്റെ പേരിനോട് കൂടിയിട്ട്. അങ്ങനെ ചരിത്രമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി മാത്രമാണ് ഈ ഒരു പേര് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. അതിനെ അങ്ങേയറ്റം അതിശക്തമായി കൊണ്ട് വിമർശിക്കപ്പെട്ട ഒരു വിഷയമാണ് എന്നർത്ഥം. ഒരു പേരും റഹ്മാൻ എന്നുകൊണ്ട് ഒരു പേരും സ്വീകരിക്കാൻ പാടുള്ളതല്ല. ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അബ്ദുറഹ്മാൻ എന്നുള്ള പേര് നമ്മൾ ഉപയോഗിക്കുന്നത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പേരേതാ? അബ്ദുള്ള എന്ന പേരാണ്. അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ എന്ന പേരാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് അള്ളാഹു എന്ന പേര് കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്ഥാനം പരിശുദ്ധ ഖുർആനിലുള്ളത് റഹ്മാൻ എന്ന പേരാണ്. അതുകൊണ്ട് തന്നെ അബ്ദുറഹ്മാൻ എന്നും അബ്ദുള്ള എന്നൊക്കെയാണ് നമ്മൾ പേരിടേണ്ടത് എന്നർത്ഥം. അതുകൊണ്ട് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുകയാണ്, അബ്ദുറഹ്മാൻ എന്ന പേര് ചില വ്യക്തികൾ ചുരുക്കിക്കൊണ്ട് റഹ്മാൻ എന്ന രൂപത്തിലാക്കി പ്രയോഗിക്കാറുണ്ട്. അത് ശരിയല്ല എന്ന് പണ്ഡിതന്മാര് വളരെ ശക്തമായി താക്കീത് നൽകിയ ഒരു വിഷയമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന് മാത്രം യോജിക്കുന്ന നാമവിശേഷണങ്ങളെല്ലാം തന്നെ സൃഷ്ടികളുടെ പേരായി ഉപയോഗിക്കുന്നത് അത് സൂക്ഷിക്കേണ്ട പ്രവർത്തനമാണ് എന്ന് ആ പണ്ഡിതന്മാർ താക്കീത് നൽകുകയാണ് സഹോദരങ്ങളെ. ഇതെല്ലാം അള്ളാഹുവിനോട് കാണിക്കുന്ന അനാദരവായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ നാമങ്ങൾ അതായത് അസ്മാഉള്ള, ഈ നാമങ്ങളിലുള്ള വിശ്വാസത്തിന് ചില റുക്നുകളുണ്ട് സഹോദരങ്ങളെ, ചില നിബന്ധനകളുണ്ട്. അസ്മാഉൽ ഹുസ്നയിൽ വിശ്വസിക്കുമ്പോൾ 3 കാര്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. ഒന്നെന്താ? ഒന്ന്, ആ നാമത്തിൽ നമ്മൾ വിശ്വസിക്കണം. രണ്ടാമത്, ആ നാമം ഉൾക്കൊണ്ടിട്ടുള്ള അർത്ഥത്തിൽ നമ്മൾ വിശ്വസിക്കണം. മൂന്നാമത്, ആ നാമം തേടുന്ന വിധിയിലും അതിന്റെ തേട്ടത്തിലും നമ്മൾ വിശ്വസിക്കണം. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ നാമമായ അർ റഹ്മാൻ എന്ന നാമം തന്നെ നമ്മൾ എടുത്ത് പരിശോധിക്കുക. ഒന്ന്, അള്ളാഹുവിന്റെ അർ റഹ്മാൻ എന്ന നാമത്തിൽ നമ്മൾ വിശ്വസിക്കണം. അള്ളാഹുവിന് അർ റഹ്മാൻ എന്ന ഇസ്മ അള്ളാഹുവിന് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. ഇനി രണ്ടാമത്, ആ നാമം ഉൾക്കൊണ്ടിട്ടുള്ള അർത്ഥത്തിൽ നമ്മൾ വിശ്വസിക്കണം. അതായത് അർ റഹ്മാൻ എന്ന നാമത്തിൽ പരമകാരുണികൻ എന്ന അർത്ഥമുണ്ട്, ആ അർത്ഥത്തിൽ നമ്മൾ വിശ്വസിക്കണം. അതുപോലെ തന്നെ മൂന്നാമതായിക്കൊണ്ട് സൃഷ്ടിച്ചും ഉപജീവനം വിശാലമാക്കിയും മുഴു സൃഷ്ടികളോടും കരുണ ചെയ്യുന്നവൻ, ഭൗതിക ലോകത്ത് അള്ളാഹുവിന് വഴിപ്പെട്ടവനും അള്ളാഹുവിന് വഴിപ്പെടാത്തവനും ഒരുപോലെ കരുണ ചെയ്യുന്നവൻ, ഇതുപോലെയുള്ള അർ റഹ്മാൻ എന്ന നാമത്തിന്റെ തേട്ടത്തിലും കാരുണ്യത്തെയും കരുണ കാണിക്കുന്നവരെയും അവൻ ഇഷ്ടപ്പെടുന്നുവെന്ന അതിന്റെ വിധിയിലും നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം. ഇത് അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില റുക്കുനുകളായിക്കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്ന വിഷയമാണ് സഹോദരങ്ങളെ. ഇതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്താണ്? അള്ളാഹുവിന് ചില പ്രവർത്തികളുണ്ട്. ഉദാഹരണം, അള്ളാഹു എല്ലാം കാണുന്നവനാണ്,
അള്ളാഹുവിന്റെ പ്രവർത്തനമാണത്. അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്. അള്ളാഹുവിന്റെ പ്രവർത്തനമാണത്. അള്ളാഹുവാണ് നമുക്ക് റിസ്ക് നൽകുന്നത്. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് എന്നർത്ഥം. ഇങ്ങനെ അള്ളാഹുവിന്റെ പ്രവർത്തികൾ അവന്റെ നാമങ്ങളിൽ നിന്നും അവന്റെ വിശേഷണങ്ങളിൽ നിന്നുമാണ് ഉടലെടുക്കുന്നത്. അള്ളാഹു കരുണ ചൊരിയുന്നു. കാരണം എന്താ? അവൻ റഹ്മാനാണ്. അള്ളാഹുവിന്റെ നാമമാണ് അത്. റഹ്മത്ത് എന്ന വിശേഷണം ഉള്ളവനുമാണ് അള്ളാഹു. എന്നാൽ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ നാമങ്ങൾ വിളിച്ചുകൊണ്ട് നമുക്ക് അള്ളാഹുവോട് പ്രാർത്ഥിക്കാം. യാ റബ്ബ്, യാ റഹ്മാൻ, യാ കരീം, യാ അള്ളാ എന്നിങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കഴിയും. എന്നാൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ വിളിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പാടുള്ളതല്ല. യാ റഹ്മത്ത്, റഹ്മത്ത് എന്നത് റഹ്മാനായ അള്ളാഹുവിന്റെ വിശേഷണമാണ്. യാ റഹ്മാൻ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യാ റഹ്മത്ത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മറ്റു വിശേഷണങ്ങളും യാ കറം അങ്ങനെയൊക്കെയുള്ള വിശേഷണങ്ങൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പാടുള്ളതല്ല. മറിച്ച് അത് നേർക്കുനേരെ വിളിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പാടുള്ളതല്ല. മറിച്ച് യാ കരീം എന്ന് അള്ളാഹുവിന്റെ നാമം നമുക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് പാടും. അപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഈ രണ്ട് നാമങ്ങൾ അർ റഹ്മാൻ, അർ റഹീം, ഇത് രണ്ടും കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഈ രണ്ട് നാമങ്ങളിലും നമ്മൾക്ക് വേണ്ടത്ര വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് പല ആളുകളും അള്ളാഹുവിൽ നിന്ന് അകന്നു ജീവിക്കുന്നത്. നമുക്ക് അതിന്റെ ഗൗരവം മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ബഹുദൈവ വിശ്വാസികളായ മക്കയിലെ ബഹുദൈവ വിശ്വാസികളായ ആളുകളുടെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, ആ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ, ഹിജ്റ 6-ാം കൊല്ലം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നായിരുന്നു സഹോദരങ്ങളെ ഹുദൈബിയ സന്ധി. മക്കയോട് വിട പറഞ്ഞ് വർഷങ്ങൾ 6 വർഷം പിന്നിട്ട് കഴിഞ്ഞതിന് ശേഷം മുസ്ലിമുകളിൽപ്പെട്ട പല സ്വഹാബികളും അവർ തങ്ങൾ ആദരിച്ചു വന്നിരുന്ന, തങ്ങൾ നമസ്കാരത്തിൽ തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്ന ആ കഅബ എന്ന് സന്ദർശിക്കുവാൻ വേണ്ടിയിട്ട് കൊതിക്കുകയാണ്. അങ്ങനെ അവർ ആ ആഗ്രഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ പ്രകടിപ്പിക്കുന്നു. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും നിർഭയരായി തലമുടി കളഞ്ഞവരും മുടിവെട്ടിയവരുമായ നിലയിൽ കഅബയിൽ പ്രവേശിക്കുന്നതായി ഒരു സ്വപ്നം കാണുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താൻ കണ്ട സ്വപ്നത്തെ സംബന്ധിച്ച് സ്വഹാബികളെ അറിയിക്കുകയാണ്. അതനുസരിച്ച് അവരോട് ഉംറ നിർവഹിക്കുവാൻ വേണ്ടി പുറപ്പെടാൻ ആഹ്വാനം ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന കേട്ട് 1500ഓളം പേരടങ്ങുന്ന ഒരു സംഘം ഉംറക്ക് തയ്യാറെടുക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെയും കൊണ്ട് മക്കയിലേക്ക് പുറപ്പെട്ടു. അവർ യുദ്ധം ചെയ്യാനുള്ള ഉദ്ദേശത്തിലല്ല വരുന്നത് എന്ന് അറിയുവാൻ വേണ്ടിയിട്ട്, അത് അറിയിക്കുവാൻ വേണ്ടിയിട്ട് ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് എന്ന ആ തൽബിയത്ത്, അത് ഉംറക്കും ഹജ്ജിനും പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലേണ്ട തൽബിയത്താണ്. ആ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ബലിമൃഗത്തെയും കൊണ്ട് അവർ പുറപ്പെടുകയാണ്. പക്ഷേ മക്കയുടെ ഏകദേശം അടുത്ത് ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഹനം അവിടെ മുട്ടുകുത്തിയതനുസരിച്ച് അവരെല്ലാവരും ആ ഹുദൈബിയയിൽ ഇറങ്ങുകയാണ്. ഈ പുറപ്പാടിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും മക്കയിലേക്ക് വരുന്നുണ്ട് എന്ന പുറപ്പാടിനെ സംബന്ധിച്ച് വിവരം ലഭിച്ച ഖുറൈശികൾ എന്തിനാണ് അവർ വരുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ബുദൈൽ ഇബ്നു വറഖ, മിക്രസ്, അതുപോലെ തന്നെ ഹുലൈസ് ഇബ്നു അർഖമ തുടങ്ങിയ പല വ്യക്തികളെയും മുസ്ലിമുകളുടെ സ്വഹാബികളുടെ അടുക്കലേക്ക് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ എല്ലാവരും പോയി സംസാരിച്ചതിന് ശേഷം അവർക്ക് ബോധ്യപ്പെട്ടു മുസ്ലിമുകൾ യുദ്ധത്തിന് വേണ്ടി വന്നതല്ല എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അവര് ഈ വിവരം പോയിക്കൊണ്ട് മക്കയിലുള്ള നേതാക്കന്മാരെ അറിയിക്കുകയാണ്. അങ്ങനെ മുശ്രിക്കുകളിൽപ്പെട്ട ആ നേതാക്കന്മാർക്ക് യാതൊരു ഉപാധിയും കൂടാതെ സ്വഹാബികൾ മുസ്ലിമുകൾ മക്കയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് തങ്ങൾക്കൊരു അപമാനമാണ് എന്ന് കരുതിക്കൊണ്ട് അവർ ചില ഉടമ്പടികൾ വെക്കുവാൻ വേണ്ടിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ആളുകളെ പറഞ്ഞയക്കുകയാണ്. ഈ അവസരത്തിലാണ് മക്കക്കാരുടെ ഉദ്ദേശം എന്താണ് എന്നറിയുവാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ മക്കയിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് അവർ തവാഫ് ചെയ്തുകൊള്ളുവാൻ വേണ്ടി അനുവാദം കൊടുക്കുകയാണ്. പക്ഷേ ആ സമയം ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകൻ അനുവദിക്കാത്ത നിലക്ക് ഞാൻ തവാഫ് ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു തവാഫ് ചെയ്യാൻ സമ്മതിച്ചില്ല. അതിൽ നിന്ന് പിന്മാറുകയാണ്. ആ സമയം ഖുറൈശികൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ മക്കയിൽ പിടിച്ചു വെക്കുകയാണ്.
എന്നാൽ ഈ അവസരത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത പ്രചരിക്കുക, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അതുപോലെ തന്നെ സത്യവിശ്വാസികളായ ആളുകളെയും വല്ലാതെ പ്രയാസപ്പെടുത്തുകയും ഇതിന് പ്രതികാരം ചെയ്യുന്നതിനു വേണ്ടി വിശ്വാസികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയിക്കൊണ്ട് ആവശ്യപ്പെടുകയാണ്. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അംഗീകരിക്കുകയും ഒരു കുന്നിൽ ഒന്നുകിൽ വിജയം അതല്ലെങ്കിൽ മരണം എന്നതിൽ ഉറച്ചു നിൽക്കണമെന്ന് എല്ലാ മുസ്ലിമുകളോടും സത്യവിശ്വാസികളായ ആളുകളോടും മുഴുവൻ ഒരു മരച്ചുവട്ടിൽ വെച്ച് ബൈഅത്ത് നടത്തുകയാണ്, ഒരു ഉടമ്പടി ചെയ്യുകയാണ്. ഇക്കാര്യം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫതഹിലെ 18-ാമത്തെ ആയത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട്. ഇതാണ് ബൈഅത്തുർ റിദ്വാൻ എന്ന പേരിൽ പ്രസിദ്ധമായി അറിയപ്പെടുന്ന സംഭവം. ഈ ഉടമ്പടി പൂർത്തിയാകുമ്പോഴേക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു സുരക്ഷിതനായിക്കൊണ്ട് തിരിച്ചെത്തുകയാണ്. അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല എന്നുള്ള വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സുരക്ഷിതനായിക്കൊണ്ട് തിരിച്ചെത്തുന്നു. അങ്ങനെ മുസ്ലിമുകളുടെ ഉടമ്പടിയുടെ കാര്യമറിഞ്ഞ മക്കാ മുശ്രിക്കുകൾ എത്രയും പെട്ടെന്ന് ഈ വിഷയം അവസാനിപ്പിക്കണമെന്ന് കരുതിക്കൊണ്ട് സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന വ്യക്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അയക്കുകയാണ് ഒരു സന്ധി സംഭാഷണത്തിനു വേണ്ടി. സുഹൈൽ ഇബ്നു അംർ പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ഒരു വ്യക്തിയാണ് റളിയല്ലാഹു അൻഹു. പക്ഷേ ആ സമയം ആ ഘട്ടത്തിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം നന്നായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് സുഹൈൽ ഇബ്നു അംർ അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംസാരം നടന്നു. അങ്ങനെ 4 വ്യവസ്ഥകളിൽ അവർ എത്തിച്ചേരുകയാണ്. ഒന്നാമത്തെ വ്യവസ്ഥ എന്താ? ഈ വർഷം പ്രവാചകനും അനുയായികളും മടങ്ങിപ്പോകണം, അടുത്ത വർഷം വന്ന് ഉംറ നിർവഹിക്കാം, ഈ വർഷം എന്തായാലും ഉംറ നിർവഹിക്കാൻ കഴിയുകയില്ല എന്ന്. രണ്ടാമത്തത്, അടുത്ത 10 വർഷത്തേക്ക് ഇനി പരസ്പരം നമ്മൾ തമ്മിൽ യുദ്ധം ചെയ്യാൻ പാടില്ല. മൂന്നാമത്തതോ, മുശ്രിക്കുകളുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും മുസ്ലിമുകളുടെ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരെ തിരിച്ച് മുശ്രിക്കുകളുടെ മക്കയിലേക്ക് തന്നെ തിരിച്ചയക്കണം. എന്നാൽ മുസ്ലിമുകളിൽ നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് അല്ലെങ്കിൽ മുശ്രിക്കുകളുടെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവരെ തിരിച്ചയക്കേണ്ട ആവശ്യമില്ല എന്ന്. നാലാമത്തതോ, ഈ കരാറിൽ ഏതെങ്കിലും വിഭാഗം കക്ഷി ചേരുകയാണ് എങ്കിൽ അവർക്ക് കരാർ വ്യവസ്ഥകൾ ബാധകമായിരിക്കും എന്ന 4 വ്യവസ്ഥകൾ അവര് കരാർ ഒപ്പുവെക്കുകയാണ്. ഇനിയാണ് വിഷയം സഹോദരങ്ങളെ, നമ്മളുടെ വിഷയത്തിലേക്ക് നമ്മൾ കടക്കണം. ഈ കരാർ അംഗീകരിക്കുവാൻ വേണ്ടിയിട്ട് മുസ്ലിമുകൾ വൈമനസ്യം പ്രകടിപ്പിച്ച ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അത് അംഗീകരിക്കുവാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയും ആ കരാർ എഴുതി രേഖപ്പെടുത്തുവാൻ വേണ്ടി മുസ്ലിമുകളുടെ പക്ഷത്ത് നിന്ന് അലി റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തെരഞ്ഞെടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നിട്ട് എഴുതേണ്ട വാചകങ്ങൾ എന്താണ് എന്ന് അലി റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുക്കുന്നു. അവിടെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് എഴുതുവാൻ വേണ്ടി പറഞ്ഞു. ഇത് കേട്ട ഉടനെ മക്ക മുശ്രിക്കുകളെ പ്രതിനിധീകരിച്ചു വന്ന സുഹൈൽ ഇബ്നു അംർ ചെയ്തതെന്താ? അദ്ദേഹം പറഞ്ഞു, അള്ളാഹു റഹ്മാനാണ് എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന്. എങ്ങനെ? അള്ളാഹു റഹ്മാനാണ് എന്നുള്ള ആ കാര്യമുണ്ടല്ലോ, അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അപ്പോൾ നബി ചോദിച്ചു, എന്നാ പിന്നെ എങ്ങനെയാ എഴുത്തു തുടങ്ങേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബിസ്മിക്കല്ലാഹുമ്മ, അള്ളാഹുവിന്റെ നാമത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിക്കോളാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോ അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ട്, പക്ഷേ അള്ളാഹുവിനെ വിശ്വസിക്കേണ്ട രൂപത്തിൽ അവർ വിശ്വസിച്ചിട്ടില്ല. റഹ്മാനാണ് എന്നുള്ളത് അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല. പിന്നെ ഇത് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് സുഹൈൽ ഇബ്നു അംറുമായി എഴുതുന്ന കരാറാണ് എന്ന് എഴുതാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും സുഹൈൽ ഇടപെടുകയാ. അദ്ദേഹം പറഞ്ഞു, നീ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് ഞങ്ങൾ അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കൊന്നും ഇടയുണ്ടാവുകയില്ലല്ലോ. അതിനാൽ റസൂലുള്ളാഹ് അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നതിന് പകരം അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് എന്ന് എഴുതണമെന്ന് സുഹൈൽ ആവശ്യപ്പെടുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതും അംഗീകരിച്ചു കൊടുക്കുകയാണ് സഹോദരങ്ങളെ. അങ്ങനെ റസൂലുള്ളാഹ് എന്ന് എഴുതിയത് അത് മായ്ക്കുവാൻ വേണ്ടിയിട്ട് അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു അതിന് സമ്മതിക്കുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മായ്ക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹ് എന്നുള്ളത് സ്വന്തം കൈകൊണ്ട് മായ്ക്കാൻ അദ്ദേഹത്തിന് പ്രയാസം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അത് വെട്ടുകയും ശേഷം ആ 4 വ്യവസ്ഥകൾ ഉൾപ്പെടെ 2 കോപ്പി എഴുതി പ്രവാചകനും അതുപോലെ തന്നെ സുഹൈലിനും സാക്ഷികൾക്കുമൊക്കെ അവരെല്ലാവരും കൂടി അത് ഒപ്പുവെച്ച് എല്ലാ ആളുകൾക്കും അത് ഭാഗിച്ചു കൊടുത്തത് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഈ ചരിത്രത്തിൽ നമുക്ക് വലിയൊരു പാഠമുണ്ട്. അള്ളാഹു അർ-റഹ്മാനാണ്, കാരുണ്യവാനാണ് എന്ന് അംഗീകരിക്കുവാൻ വേണ്ടിയിട്ട് ആ മക്കയിലെ ബഹുദൈവാരാധകരായ ആളുകൾക്ക് കഴിഞ്ഞില്ല.
അവരുടെ വിശ്വാസം എന്താണ്? അവരുടെ മനസ്സിലുള്ള വിശ്വാസം എന്താ? തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ, അള്ളാഹു പുറത്തു തരുന്നവനാണ് എന്നും കരുണ ചെയ്യുന്നവനാണ് എന്ന ചിന്ത ഉണ്ടല്ലോ, അത് മക്ക മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അതവർക്കുണ്ടായിരുന്നില്ല എന്നർത്ഥം. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ രൂപത്തിലുള്ള ഒരു വിശ്വാസം അവർക്കില്ല. തങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹു അല്ലാത്തവരിലേക്ക് ഹൃദയത്തെ തിരിക്കുന്ന ഒരു പ്രവണത മക്ക മുശ്രിക്കുകൾക്ക് ഉണ്ടാകുവാനുള്ള കാരണം അതായിരുന്നു. മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ എന്നിട്ട് അതിനായി പല കാരണങ്ങളും പറഞ്ഞല്ലോ. ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അതിന് കാരണം പറഞ്ഞതെന്താ? ഇല്ലാ ലിയുകർരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിന്റെ അടുക്കലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്നാണ്. അതുപോലെ തന്നെ ഹാ ഉലാഹി ശുഫാഉന ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്നാണ്. അങ്ങനെ ആ രൂപത്തിലുള്ള ശുപാർശകരുമൊക്കെ ആയിക്കൊണ്ട് അള്ളാഹു അല്ലാത്തവരിലേക്ക് മക്ക മുശ്രിക്കുകളുടെ ഹൃദയം തിരിയുവാനുള്ള കാരണം എന്താണ്? അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ് എന്നുള്ള രൂപത്തിലുള്ള, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഒട്ടനവധി വിഷയങ്ങളിൽ അള്ളാഹുവിന്റെ നാമങ്ങളിലും വിശേഷണങ്ങളിലും വിശ്വസിക്കാത്ത ആളുകൾ തനി കാഫിറുകളായിരുന്നു, ആ വിഷയത്തിൽ നിഷേധിക്കുന്നവരായിരുന്നു ആ വിഷയത്തിൽ എന്നുള്ളത് കൊണ്ടാണ് എന്ന് കാണാൻ കഴിയും. എന്നാൽ സഹോദരങ്ങളെ, അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹ്മാനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദുകളെ വിളിച്ചുകൊണ്ട് അവന്റെ ദാസന്മാരെ വിളിച്ച ആ ഒരു ശൈലി നോക്കൂ സഹോദരങ്ങളെ. സൂറത്തു സുമറിലെ 53-ാമത്തെ ആയത്ത്, ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, പറയുക സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എന്റെ ദാസന്മാരെ, അള്ളാഹുവിന്റെ കാരുണ്യത്തെപ്പറ്റി നിങ്ങൾ നിരാശപ്പെടരുത് എന്നാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവാണ് പറയുന്നത്. എങ്ങനെയാ വിളിക്കുന്നത്? സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എന്റെ ദാസന്മാരെ എന്നാണ് അള്ളാഹു നമ്മളെ വിളിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക് സഹോദരങ്ങളെ, തെറ്റ് ചെയ്യുന്ന എന്റെ ദാസന്മാരെ എന്നാണ് അള്ളാഹ് വിളിക്കുന്നത്. എന്നിട്ട് നമ്മളോട് അള്ളാഹ് പറയാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തെപ്പറ്റി നിങ്ങൾ നിരാശപ്പെടരുത് എന്ന്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായും അള്ളാഹു പാപങ്ങളെല്ലാം പൊറുക്കുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാ. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, തീർച്ചയായും അവൻ തന്നെയാകുന്നു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമെന്ന് അള്ളാഹു നമ്മെ വിളിച്ചുകൊണ്ട് പറയാ. സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കാരുണ്യത്തെപ്പറ്റി നമുക്ക് അറിയിച്ചു തരുന്ന രണ്ട് നാമമാണ് സഹോദരങ്ങളെ അർ-റഹ്മാൻ, അർ-റഹീം എന്ന അള്ളാഹുവിന്റെ രണ്ട് നാമങ്ങൾ. അത് നമ്മൾ വിശദമായി പഠിക്കണം. എന്താണ് അർ-റഹ്മാൻ എന്ന നാമം, അർ-റഹീം എന്ന നാമം, ഈ നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിന്റെ വിധി എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ച ആ 3 റുക്കനുകൾ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇൻഷാ അള്ളാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അർ-റഹ്മാൻ എന്ന അള്ളാഹുവിന്റെ നാമം ചർച്ച ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.